സുഭാഷിതം. യിരെമ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുന്നു. എന്റെ ജനം കാണാതെ പോയ ആടുകളായി തീർന്നിരിക്കുന്നു. അവരുടെ ഇടയന്മാർ അവരെ തെറ്റിച്ച് മലകളിൽ ഉഴന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. അവർ മലയിൽ നിന്ന് കുന്നിന്മേൽ പോയി തങ്ങളുടെ കിടപ്പിടം മറന്നു കളഞ്ഞു. My people have been lost sheep. Their shepherds have led them astray. They have turned them away on the mountains. They have gone from mountain to hill. They have forgotten their resting place. യിരെമ്യാ പ്രവാചകന്റെ ശുശ്രൂഷ കാലത്ത് ബാബിലോൺ അതിശക്തമായ രാഷ്ട്രമായിരുന്നു. എന്നാൽ ബാബിലോൺ സാമ്രാജ്യം നശിക്കുമെന്നും ഇസ്രയേൽ ജനത്തിന് ആത്യന്തികമായ പുനഃസ്ഥാപനം ഉണ്ടാകുമെന്നുമുള്ള പ്രവചനമാണ് 50-ാം അധ്യായത്തിൽ. നാം വായിച്ച 6-ാം വാക്യം അന്നത്തെ യഹൂദാ ജനത്തിന്റെ ആത്മീയ അവസ്ഥയെ ചിത്രീകരിക്കുവാൻ ആടുകളുടെയും ഇടയന്മാരുടെയും രൂപകം ഉപയോഗിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട ആടുകളുടെ ചിത്രം, അലഞ്ഞുതിരിയലിന്റെയും ലക്ഷ്യമില്ലായ്മയുടെയും ആശയം, മാർഗനിർദ്ദേശത്തിന്റെയും സംരക്ഷണത്തിന്റെയും ആവശ്യകത, സാധുക്കളായ ആടുകളുടെ ദുർബലത, ഇടയന്മാരുടെ പരാജയപ്പെട്ട ഉത്തരവാദിത്തം, ഇവയൊക്കെ ഈ വാക്യത്തിൽ നിഴലിച്ച് കാണുവാൻ കഴിയും. ദൈവവും തന്റെ ജനവും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കുവാൻ ബൈബിളിൽ ഉടനീളം ആവർത്തിച്ചിട്ടുള്ള ഒരു രൂപകമാണ് ഇടയന്മാരും ആടുകളും. യെശയ്യാ പ്രവചനം 53-ന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. മനുഷ്യകുലത്തിന്റെ പാപം വഹിക്കുവാൻ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാവ് പറഞ്ഞ വാക്കുകളാണത്. ലൂക്കോസ് 15-ാം അധ്യായത്തിൽ കാണാതെ പോയ ആടിനെ തേടി വരുന്ന ഇടയനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല ഇടയനെ കാണുവാൻ കഴിയും. 11-ാം വാക്യം വായിക്കുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. നല്ല ഇടയൻ തന്റെ ആടുകളെ അറിയുകയും ആടുകൾ തന്റെ ഇടയനെ അറിയുകയും ചെയ്യുന്നു. 27-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഈ ഇടയൻ ഒരിക്കലും തന്റെ ആടുകളെ വിട്ടിട്ടു പോകുന്ന ഇടയനല്ല. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ നമ്മെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നമ്മെ നടത്തുന്നു. തന്നെയുമല്ല, ശരിയായ കിടപ്പിടം നമുക്ക് വേണ്ടി ഇടയൻ ഒരുക്കിയിട്ടുണ്ട്. യോഹന്നാൻ 10-28 വായിക്കുന്നത്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. 1 പത്രോസ് 5:4 പറയുന്നു, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. പ്രിയമുള്ളവരെ, എത്ര നല്ലവനായ ഒരു ഇടയനാണ് നമുക്ക് വേണ്ടിയുള്ളത്. നമ്മെ ജീവൻ തന്ന് സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന, പോഷിപ്പിക്കുന്ന ഇടയന്റെ കരങ്ങളിൽ നമ്മുടെ ഉടമസ്ഥാവകാശം ഏൽപ്പിക്കാം. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, വഴിയറിയാതെ തെറ്റി ഉഴന്നുപോയ ഈ ആടിനെ അവിടുന്ന് സ്വീകരിച്ച് നിത്യജീവങ്കിലേക്ക് എത്തിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.